ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഉയിർപ്പിന്റെ സന്തോഷവും നന്മകളും ആദ്യം തന്നെ ആശംസിച്ചുകൊള്ളട്ടെ. ജനനത്തിനും മരണത്തിനും ശേഷം വരുന്ന മൂന്നക്ഷരമായി ഉയിർപ്പിനെ തോന്നാമെങ്കിലും ഉയിർപ്പ് നൽകുന്ന അർത്ഥവും പ്രതീക്ഷയും സ്വപ്നങ്ങളും നമ്മെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. പ്രതീക്ഷയുടെ പുത്തൻ തേരിൽ ക്രിസ്തുവിനൊപ്പം നമ്മെ ജീവിപ്പിക്കാൻ ഈ ഉയിർപ്പ് പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയിർപ്പിന്റെ ഈ ദിനം ധ്യാനിക്കുന്ന വിഷയം മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നതാണ്. അതിനെ ആസ്പദമാക്കി ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉയിരിന്റെയും ഉടലിന്റെയും എഴുന്നേൽപ്പാണ്. അത് ജനനത്തിൽ ആരംഭിക്കുന്നതും മരണത്തിൽ അവസാനിക്കുന്നതുമായ സത്യമല്ല. സകല സൃഷ്ടിയെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതിയുടെയും ഉദ്ദേശത്തിന്റെയും വിശാലമായ അർത്ഥത്തിൽ വേണം ഉയിരിന്റെയും ഉടലിന്റെയും സാധ്യതകളെയും അവ എങ്ങനെ പരസ്പര പൂരകമായിരിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടത്. അതിരാവിലെ ഒരു സ്ത്രീ ധൃതിപ്പെട്ട് എവിടേക്ക് സഞ്ചരിക്കുന്നു എന്ന് സുവിശേഷ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നാമെങ്കിലും വളരെ ധൃതിപ്പെട്ട് അവൾ ഓടുന്നത് തന്റെ നാഥനെ അടക്കം ചെയ്ത കല്ലറയിലേക്കാണ്. ആ ഓടിയത് മറ്റാരുമല്ല, മഗ്ദലക്കാരത്തി മറിയ. ആഴ്ചയുടെ ആരംഭമായ ഞായറാഴ്ച അതിരാവിലെ നന്നേ ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവിന്റെ കല്ലറയിൽ ചെന്ന് അവിടെ അവൾ കണ്ടത് പിന്നീട് ചരിത്രമായി മാറുകയാണ്. ലോകത്തിലെ ഏവരുടെയും വിശ്വാസത്തെ ഉറപ്പിച്ച മഹാസംഭവത്തിന് അവൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒഴിഞ്ഞ കല്ലറ നമുക്ക് തരുന്ന സന്ദേശം ഈ ജീവിതത്തിൽ നമ്മൾ അവസാനം എന്ന് കരുതുന്ന യാതൊന്നും ഒന്നിന്റെയും അവസാനമല്ല. അത് മരണമെങ്കിൽ കൂടി അത് ആരംഭമാണ്, പുനരാരംഭം. ജീസസ് കോൺകേഴ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെത്ത്. മരണത്തെ ജയിച്ച വീരനായ ക്രിസ്തു. യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഭാഗം വിവരിച്ചിരിക്കുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹി ഈസ് റിസൺ. അതാ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ മഗ്ദലക്കാരത്തി മറിയ എന്ന സ്ത്രീ സാന്നിധ്യം ഏറെ പ്രശംസനീയമാണ്. ക്രിസ്തുവിന്റെ ഉയിർപ്പിന്, ഉയിരിന്റെയും ഉടലിന്റെയും എഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുവാനായി മറിയ എത്തിയത് കർത്താവിന്റെ ശുശ്രൂഷയിൽ സ്ത്രീ സമൂഹത്തിന് പ്രവർത്തിക്കാൻ നൽകിയ അവസരങ്ങളുടെ ബഹുമതിയായാണ് നാം ചേർത്തു വായിക്കേണ്ടത്. കല്ലറയുടെ കല്ല് ആരുരുട്ടി മാറ്റാൻ തന്നെ സഹായിക്കുമെന്ന് ഭാരപ്പെട്ടവൾക്ക് കാണുവാനിടയായത് തുറന്ന കല്ലറ. തുറന്ന കല്ലറകൾ എല്ലായ്പ്പോഴും പ്രതീക്ഷയുടെ അടയാളമാണ്. മരിച്ചു എന്ന് വിധിയെഴുതിയ നാഥൻ ഇനിയും മരിക്കാത്ത പ്രതീക്ഷകൾക്ക് ചിറക് വളർത്തുന്നു. അവിടെ നിന്നും ഓടിയ ഓട്ടമാണ് പത്രോസിനെയും പേര് പരാമർശിക്കാത്ത കർത്താവിന് ഇഷ്ടപ്പെട്ട ശിഷ്യനെയും കർത്താവിനെ അടക്കം ചെയ്തിട്ടു പോയ കല്ലറയിലേക്ക് എത്തിച്ചത്. ഒഴിഞ്ഞ കല്ലറയിലേക്കുള്ള ഓട്ടം യേശു ഇല്ലാതെയുള്ള ജീവിതത്തിനാകരുത്. അവർ കാണിച്ചതുപോലെ അർജൻസി അഥവാ തിടുക്കം നാം കാണിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം കണ്ടെത്തുന്നതിനാകണം. ഇരുവരും ഒന്നിച്ചോടിയെങ്കിലും മറ്റേ ശിഷ്യനാണ് കല്ലറയിൽ ആദ്യമെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടത്. എന്നാൽ അവൻ അകത്ത് കടന്നില്ല താനും. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കടന്ന് ശീലകളും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാലും എല്ലാം കണ്ട് ബോധ്യപ്പെടുന്നു. ആ നിമിഷം അവരുടെ നാഥൻ മുമ്പേ പറഞ്ഞ വാക്കുകൾ ഇരുവരും ഓർക്കുന്നില്ല. ഓടി വന്നവർ എന്തു ചെയ്യണമെന്നറിയാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന മറിയ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുകയും ദേവദൂതന്മാരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അവളുടെ പിന്നിൽ നിന്ന യേശുവിനെ തിരിച്ചറിയുവാൻ മറിയയ്ക്ക് സാധിച്ചില്ല. യേശു അവളെ മറിയ എന്ന് പേരെടുത്ത് വിളിച്ചപ്പോഴാണ് തന്റെ ഗുരുനാഥനെ അവൾ അറിയുന്നത്. കർത്താവ് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് സഹോദരന്മാരോട് പറയാൻ ആവശ്യപ്പെടുന്നത് പ്രകാരം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കണ്ട വ്യക്തിയായി മറിയ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ഏവരെ അറിയിക്കുകയും ചെയ്തു. ഉയർപ്പിന്റെ ഈ പ്രഭാതം നമുക്ക് തരുന്ന ഈ ചിന്ത, എവിടെയൊക്കെ നാം കുഴിച്ചിടപ്പെടുത്തിയിരിക്കുന്നുവോ അവിടെ നിന്ന് നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാം. ഹി ഈസ് റിസൺ. നമ്മുടെ രക്ഷിതാവ് ഉയർത്തിരിക്കുന്നു. പാതാള ഗോപുരങ്ങളെയും മരണത്തിന്റെ ചങ്ങലകളെയും ഭേദിച്ച് അവൻ സകലർക്കുമായി ഉയർത്തെഴുന്നേൽക്കും എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ അവൻ ചെയ്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആഗമാനം പറഞ്ഞിരിക്കുന്ന ഇറ്റേണൽ ലൈഫ് അഥവാ നിത്യജീവന്റെ അനുഭവം അവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു. നിത്യമായ ജീവന്റെ അല്ലെങ്കിൽ സമൃദ്ധമായ ജീവന്റെ അനുഭവം. ശരീരത്തിന്റെ ശക്തിയാണ് ജീവൻ. അത് ഉടലിൽ ഉടക്കിക്കിടക്കുന്ന അഥവാ ഉടലെന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ തത്രപ്പെടുന്ന ഒന്നല്ല. മനുഷ്യ ജീവിതത്തിന്റെ കാലത്തെ അതിജീവിക്കുന്ന സാധ്യതയാണ് ജീവൻ. ജീവനുള്ളവരുടെ ദേഹി എന്ന് ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത് നാം വായിച്ചിട്ടുണ്ടല്ലോ. ജീവൻ മരണത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല. ജീവൻ ദൈവത്തിന്റെ സത്യയുടെ പേരാണ്. ദൈവം ജീവനാണ്. ഏദനിൽ ദൈവം മനുഷ്യനായി പങ്കുവച്ച ജീവന്റെ പേരാണ് ശ്വാസം. മനുഷ്യൻ ദൈവത്തിന്റെ ജീവനിൽ പങ്കുകാരായിരിക്കുന്നത് ദൈവം ഊതി നൽകിയ ജീവശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
കർത്താവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ചിന്ത, ശരീരം മരണത്തെ നിത്യമായി കീഴ്പ്പെടുത്തുന്നതാണ് ജീവൻ. ജീവന്റെ എഴുന്നേൽപ്പും ആഘോഷവുമാണ് ഉയർപ്പ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-14 ഉയർപ്പിന് എഴുന്നേൽക്കുക എന്നർത്ഥം വരുന്ന യവന പദമായ എഗൈറോ ഉപയോഗിച്ചിരിക്കുന്നു. ഉയർപ്പ് ജൈവാനുഭവമാണ്, ഭൗതികമല്ല. ദൈവത്തിന്റെ വിജയമാണ് ഉയർപ്പ്. അത് ഉയിരിന്റെ പ്രഖ്യാപനവും അടയാളപ്പെടുത്തലുമാണ്. ദൈവം നൽകിയ ജീവനെ നിഷേധിക്കുന്നതും ഹനിക്കുന്നതുമായ മരണവ്യാപാരികൾ വർദ്ധിച്ചു വരുന്ന ലോകത്ത് ജീവന്റെ ദുർബലാവസ്ഥയിലും ഒരു എഴുന്നേൽപ്പ് സാധ്യമാണ്. ജീവന്റെ സാധ്യതകളെ കൊല്ലാൻ ഒരു ശക്തിക്കുമാവില്ല എന്ന് കർത്താവിന്റെ ഉയർപ്പ് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു. സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും ദൈവിക പ്രവർത്തനങ്ങളുടെ ഇടങ്ങളായി പരിവർത്തിക്കുന്നവർക്കുള്ള വീണ്ടെടുപ്പിന്റെ സാധ്യതയാണ് ഉയർപ്പ്. യേശുവിന്റെ ഉയർപ്പാണ് ഉയിരിന്റെയും ഉടലിന്റെയും വീണ്ടെടുപ്പ് സാധ്യതയുടെ ഉറപ്പും അച്ചാരവും. ഉയർത്തെഴുന്നേൽപ്പ് ഉയിരിന്റെയും ഉടലിന്റെയും എഴുന്നേൽപ്പാണെന്ന ബോധ്യം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ഉണ്ടും ഉടുത്തും ജീവിച്ച് മരിക്കുന്നവർക്ക് ഗ്രഹിപ്പാനാവില്ല. യേശുവിന്റെ ശുശ്രൂഷയും ജീവിതവും ക്രൂശീകരണവും ഉയർപ്പും സ്വന്തം ജീവിതത്തിൽ രക്ഷയുടെ അടിസ്ഥാനമായി വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ദൈവം യേശുവിലൂടെ ലോകത്തെ തന്നോട് നിരപ്പിച്ചത് മനുഷ്യ ശരീരത്തിന്റെ നിഷേധത്തിലൂടെയല്ല, അതിന്റെ പൂർണ്ണ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാണ്. ആ സാധ്യതകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ത്രിയേക ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ഈസ്റ്ററും പുത്തൻ പ്രതീക്ഷകളും ആശംസിക്കുന്നു. ഈ 50 ദിവസം നമ്മെ ബലപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറയാം. പുതുജീവന്റെ തുടുപ്പിൽ ജീവിതം നയിക്കാം. അതിനായി സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. മരണത്തെ ജയിച്ച് ഉയർത്ത കർത്താവേ, പുതുജീവന്റെ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.